എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ദുരൂഹ സാഹചര്യത്തിൽ ബസൂക്ക എന്ന സ്വന്തം പുണ്യാളൻ എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു മലയാള മിസ്റ്ററി ക്രൈം ത്രില്ലർ സിനിമയാണ്. ഒരു മിക്സഡ് ഡാർക്ക് കോമഡിയാണ് ഈ ഒരു സിനിമ. രതീഷ് ബാലകൃഷ്ണനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. വയനാട്ടിലെ തോൽപ്പെട്ടി പ്രദേശത്ത് ജോലി ചെയ്യുന്ന ഒരു സാധാരണ ആരോഗ്യ പ്രവർത്തനായ ഒരു സേതു എന്ന കഥാപാത്രത്തെയാണ് കുഞ്ചാക്കോ ബോബൻ ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നത്. കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിക്കുന്നത് രോഗബാധിതനായ സഹോദരനെ നോക്കിക്കൊണ്ടാണ് വളരെ ശാന്തമായ ഒരു ജീവിതമാണ് സേതു നയിക്കുന്നത്. പിന്നീട് ആ ഒരു കഥ തന്നെ മാറുന്നു. ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ദിലേഷ് പോത്തൻ, സജി, ശരണ്യ, ആർ നായർ, ജാഫർ ഇടുക്കി എന്നിവരാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. മെയ് 13 നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ദുരന്തർ 2 എന്ന സിനിമയെ പറ്റിയാണ്. ദുരന്തർ ഹിന്ദി, തമിഴ്, കന്നഡ, മലയാളം, തെലുങ്ക് എന്നീ ലാംഗ്വേജിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. രൺവീർ സിംഗ്, അർജുൻ രപ്പാൽ, സഞ്ജയ് ദുട്ട്, സാറ അർജുൻ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ദുരന്തർ ദി റിവെഞ്ച് ഒരു വലിയ സ്പൈ ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ആദ്യ ഭാഗത്തിൽ നടന്ന സംഭവങ്ങൾക്ക് ശേഷം ഇന്ത്യൻ രഹസ്യാന്വേഷണങ്ങളും ഏജന്റായ ഹംസ അലി മസാരി വീണ്ടും അപകടകരമായ ഒരു മിഷനിലേക്ക് പോകുന്നതാണ് കഥ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. മെയ് 15 ജിയോ ഹോട്ട്സ്റ്റാറിൽ ദുരന്തർ 2ന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്ത അപ്ഡേറ്റ് പ്രൊജക്ട് ഹെയിൽ മേരി എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈം ആണ്. സയൻസ് ഫിക്ഷൻ സിനിമയാണ് ഇത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ആമസോൺ പ്രൈമിൽ മെയ് 12 OTT റിലീസ് ചെയ്യും. പ്രൊജക്ട് ഹെയിൽ മേരി ഒരു സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ സിനിമ ആയതുകൊണ്ട് തന്നെ ബഹിരാകാശത്ത് ഒറ്റയ്ക്കുണ്ടായിരുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഗ്രേസ് എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കർത്തവ്യ എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ക്രൈം സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. കർത്തവ്യ ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു വലിയ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ നെറ്റ്ഫ്ലിക്സിൽ മെയ് 15 ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്ത അപ്ഡേറ്റ് കസിൻസ് ആൻഡ് കല്യാണംസ് എന്ന സീരീസിനെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സീരീസിന്റെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ ഒരു സീരീസ് മലയാളത്തിലാണ് OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ഫാമിലി റൊമാൻറ്റിക് കോമഡി വെഡ്ഡിംഗ് സീരീസ് ആണ് ഇത്. പ്രിയ പ്രകാശ് വാര്യർ, ജുനൈസ്, റോഷൻ അബ്ദുള്ള, റഫു, നന്ദന വർമ്മ, സനിയ ഫാത്തിമ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. കസിൻസ് ആൻഡ് കല്യാൺസ് കേരളത്തിലെ 6 കസിൻസിന്റെ ജീവിതവും അവരുടെ കുടുംബ ബന്ധങ്ങളും വിവാഹവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഇതൊരു ഫാമിലി എന്റർടൈനർ വെബ് സീരീസ് ആണ്. ഇപ്പോഴിതാ ഈ ഒരു വെബ് സീരീസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. മെയ് 22 കസിൻസ് ആൻഡ് കല്യാൺസിന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ബെർലിൻ എന്ന സീരീസിനെ പറ്റിയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ ഒരു സീരീസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ക്രൈം ത്രില്ലർ ഹേസ്റ്റ് ഡ്രാമയാണ് ഇത്. ഇപ്പോഴിതാ ഈ ഒരു സീരീസിന്റെ OTT നെറ്റ്ഫ്ലിക്സിൽ മെയ് 15 OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ഇൻസ്പെക്ടർ അവിനാഷ് സീസൺ 2 എന്ന സീരീസിനെ പറ്റിയാണ്. ഇപ്പോൾ ഈ ഒരു സീരീസിന്റെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഹിന്ദി ലാംഗ്വേജിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിരിക്കുന്നത്. മലയാളം സബ്ടൈറ്റിൽ അവൈലബിൾ ആണ്. ഇതൊരു ക്രൈം ഡ്രാമ ആക്ഷൻ ത്രില്ലർ സീരീസ് ആണ്. രൺദീപ് ഹുഡ, ഉർവശി റെക്കുല, അമിത് സിത്താർ, രാഹുൽ മിത്ര എന്നിവരാണ് ഈ ഒരു സീരീസിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇൻസ്പെക്ടർ അവിനാഷ് സീസൺ 2 യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ക്രൈം ആക്ഷൻ ത്രില്ലർ സീരീസായി ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സീരീസിന്റെ OTT ജിയോ ഹോട്ട്സ്റ്റാറിൽ മെയ് 10 ആവുമ്പോൾ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. പൃഥ്വിരാജ് നായകനായ ഈ ഒരു സിനിമ ഇപ്പോഴിതാ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വിലായത്ത് ബുദ്ധയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഷമി തിലകൻ, പ്രിയ മാധവ, കൃഷ്ണ, സുരാജ് വെഞ്ഞാറമൂട്, വിജയ് എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. വിലായത്ത് ബുദ്ധ ഒരു ഇൻസ്റ്റന്റ് ആക്ഷൻ ഡ്രാമ സിനിമയാണ്. മറയൂർ പ്രദേശത്ത് ചന്ദനക്കടുത്ത പശ്ചാത്തലമാക്കിയാണ് ഈ ഒരു കഥ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മെയ് അവസാന വാരമായിരിക്കും വിലായത്ത് ബുദ്ധയുടെ OTT റിലീസ്. അടുത്ത അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്. ബസൂക്കയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് C5 ആയിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ഈ ഒരു ബസൂക്ക എന്ന സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാർ കൈപ്പറ്റിയിരിക്കുന്നു. ആക്ഷൻ ത്രില്ലർ ക്രൈം മിസ്റ്ററി സിനിമയാണ് ഇത്. ഗൗതം വാസുദേവ്, ഷാൻഖാൻ ചാക്കോ, ഈശ്വർ മേനോൻ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ബസൂക്ക ഒരു സ്റ്റൈലിഷ് ആക്ഷൻ ക്രൈം ത്രില്ലർ
ത്രില്ലർ സിനിമയാണ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.